Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്ററ്റ് പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട്. സെപ്റ്റംബറിലേക്കാണ് പരീക്ഷ വരുന്നത് അല്ലേ? അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഡേറ്റ് മാറ്റുമോ എന്നൊക്കെ. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ് മാറ്റിയത് നന്നായി എന്ന് പറയുന്നു, എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഓൾ ഓക്കെയാണ്, എന്തായാലും ഡേറ്റ് മാറ്റണ്ടായിരുന്നു. വാട്ട് എവർ, ഡേറ്റ് മാറ്റി. ഇനിയുള്ള ദിവസം നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഇനി വരാൻ പോകുന്നത് നമ്മുടെ LPSCക്ക് മുൻപായിട്ടുള്ള ലാസ്റ്റ് 2 കേറ്ററ്റുകളിലൊന്നാണ് ഈ നടക്കാൻ പോകുന്നത്. സോ ഒന്നും ആലോചിക്കാനല്ല, ഉഷാറായിട്ടങ്ങ് പഠിച്ചു തുടങ്ങുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നു എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് അവസാനം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എത്ര പേർക്ക് എന്തൊക്കെ ലെവലിൽ ഉത്തരം പറയാൻ പറ്റുന്നു എന്നുള്ളത്. റെഡി അല്ലേ? അപ്പോൾ ഒരു ബുക്കും പെന്നും എടുക്കുക, എഴുതി തുടങ്ങുക, എന്നിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് യു അപ്രോച്ച് ഹിം ഡാഷ്, he will tell you ആണോ, he would tell you ആണോ, he would have told you ആണോ, he will be telling you ആണോ? എന്താണ് വരിക? ഇഫ് യു അപ്രോച്ച് ഹിം എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്? നോക്കിക്കേ, ഇത് ഡിസംബർ 2023 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ നിങ്ങളുടെ സൈഡിൽ നിന്ന് റെഡി ആയി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചിന്തിച്ചിട്ട് റെസ്യൂം ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാം. ഇഫ് യു അപ്രോച്ച് ഹിം, ഇത് ഇഫ് ക്ലോസിലെ കണ്ടീഷനാണ് അല്ലെ? ഇഫ് ക്ലോസിലെ കണ്ടീഷനാണ്. ഇഫ് ക്ലോസിൽ നമുക്കറിയാം പ്രധാനമായിട്ടും 3 സ്റ്റെപ്സ് അല്ലെങ്കിൽ 3 ടൈപ്പുകളാണുള്ളത്. അപ്പൊ ഈ 3 ടൈപ്പിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും പൊതുവെ ചോദിക്കാറ് അല്ലെ? ഒരു എക്സെപ്ഷണൽ കേസും ഉണ്ട്. ഇത്രയും മാത്രം പഠിച്ചാൽ മതി ഇഫ് ക്ലോസിൽ, വേറെ ഒന്നും നിങ്ങൾ പഠിക്കുകയേ വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് എന്താണ് ആൻസർ വരിക എന്നുള്ളത്. സോ ബേസിക്കലി എന്താണ് ഇഫ് ക്ലോസ് എന്ന് ചോദിച്ചാൽ, നോക്കിക്കേ, ഇഫ് ക്ലോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ടൈപ്പാണ് ഉള്ളത്. നോക്കിക്കേ, ടൈപ്പ് ഒരു ഇഫ് ക്ലോസ് എന്ന് പറയുമ്പം അതിനകത്ത് ഇഫ് ഉള്ള ഭാഗമുണ്ട്, ശരിയല്ലേ? അതിൽ നമ്മൾ ഇഫ് ക്ലോസ് എന്ന് തന്നെ നമുക്ക് എഴുതാം. പിന്നെ ഒരു പാർട്ടുള്ളത് എന്താണ്? മെയിൻ ക്ലോസ്. ഇത് ഓരോന്നും എന്താണ് എന്ന് പഠിച്ചാൽ നമ്മുടെ ഭാഗം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ അല്ലേ? നോക്കിക്കേ, ഫസ്റ്റ് ടൈപ്പില് ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ അപ്രോച്ച് ആണ്. അപ്പൊ ഇത് ടൈപ്പ് 1 ആണ്, പ്രസന്റ് ടെൻസ് അല്ലേ? സോ ഇഫ് യു അപ്രോച്ച് ഹിം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ മേ വരണം. ഇതാണ് ഫസ്റ്റ് ടൈപ്പിന്റെ റൂള്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈപ്പിന്റെ റൂൾ എന്തായിരിക്കും? ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ, അതായത് ഇപ്പൊ ഈ സെന്റൻസ് നോക്കുവാണെങ്കിൽ ഇവിടെ അപ്രോച്ച്ഡ് എന്ന് വന്നാൽ അതെന്താണ്? ടൈപ്പ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേതെങ്കിലും വരുന്ന ഏതാണോ അതിന്റെ പാസ്റ്റ് ടെൻസ് വേണം. അതായത് വുഡോ കുഡോ ഷുഡോ മൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ വരണം മെയിൻ ക്ലോസിൽ. അതായത് ഈ സെന്റൻസ് ടൈപ്പ് 2 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇഫ് യു അപ്രോച്ച്ഡ് ഹിം ഹി വുഡ് ടെൽ യു എന്ന് പറയും. ടൈപ്പ് 2 ഹി വുഡ് ആവും, ശരിയല്ലേ? ഇനി ടൈപ്പ് 3 നോക്കിക്കേ. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് കഴിഞ്ഞു, പാസ്റ്റ് കഴിഞ്ഞു. അപ്പൊ മൂന്നാമത്തെ എന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് അറിയില്ല, ടെൻസ് അറിയില്ല. മക്കളെ, ഒന്നുമില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഉണ്ടാവും, അത് ഉറപ്പാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഉണ്ടാവും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഹാഡ് ആയിരിക്കും. കാരണം ഹാസും ഹാവും എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. അറിയാത്തവർ പഠിക്കുക. ഹാസും ഹാവും പ്രസന്റ് ടെൻസും, ഹാഡ് പാസ്റ്റ് ടെൻസും ആണ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് ഉണ്ടാവും. ഹാഡ് ഉണ്ട് എങ്കിൽ അതിനോടൊപ്പം എന്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? ഹാസോ ഹാവോ ഹാഡോ വന്നാൽ തേർഡ് ഫോം അല്ലെങ്കിൽ V3 ഫോം ഓഫ് ദി വേർബ് തന്നെ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഹാഡ് റിട്ടൺ, ഹാഡ് ഈറ്റൺ, ഹാഡ് സങ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ V3 ഫോം ഓഫ് ദി വെർബ് തന്നെ ഹാസിന്റെയും ഹാവിന്റെയും ഹാഡിന്റെയും കൂടെ ഉപയോഗിക്കണം. അപ്പൊ ഈ സെന്റൻസ് നിങ്ങൾ നോക്കിക്കേ. ഇഫ് യു അപ്രോച്ച് ഹിം എന്നുള്ളതിനെ നമുക്ക് ടൈപ്പ് 3 എങ്ങനെ എഴുതാം? പാസ്റ്റ് പെർഫെക്റ്റിൽ എങ്ങനെ എഴുതാം? ഇഫ് യു ഹാഡ് അപ്രോച്ച്ഡ് ഹിം, ഇഫ് യു ഹാഡ് അപ്രോച്ച്ഡ് ഹിം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മെയിൻ ക്ലോസിൽ ഇതിൽ ഏതാണോ ഉള്ളത്, വുഡോ കുഡോ ഷുഡോ എന്താണോ പ്ലസ്
ഹാവ് പ്ലസ് V3 വരണം. ഹാവ് പ്ലസ് V3 വരണം. വുഡ് ഹാവ് പ്ലസ് V3 വരണം. അപ്പൊ വുഡിന്റെ കൂടെ ഹാവ് മാത്രമേ വരുള്ളൂ. ഹാസ് വരില്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട. വില്ലിന്റെയും വുഡിന്റെയും കൂടെ ആര് മാത്രമേ വരുള്ളൂ? ഹാവ് മാത്രമേ വരുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരും. അപ്പൊ ഇതേ സെന്റൻസ് നമുക്ക് ടൈപ്പ് 3 ഒന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെ വരും? ഇഫ് യു ഹാഡ് അപ്രോച്ച്ഡ് him, if you had approached him, he would have told you. He would have told you. അതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇഫ് യു അപ്രോച്ച് ഹിം എന്നുള്ളതാണ്. ഇഫ് യു അപ്രോച്ച് ഹിം എന്നുള്ളത് ഏത് ടൈപ്പാണ്? ടൈപ്പ് 1 ആണ്. ശരിയല്ലേ? ടൈപ്പ് 1 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇഫ് യു അപ്രോച്ച് ഹിം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഹി വില്ലോ ക്യാനോ ഷാലോ എന്തെങ്കിലും ഒരു സാധനം വരണം അല്ലെ? ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ വുഡ് ആണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഹി വിൽ ബി ടെല്ലിങ് യു ഒക്കെ തെറ്റാണ് അല്ലെ? ഹി വിൽ ടെൽ യു മതി. വിൽ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് മതി. സോ ഇഫ് യു അപ്രോച്ച് ഹിം ഹി വിൽ ടെൽ യു. അതാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എങ്ങനെയായിരിക്കും? ഇഫ് യു അപ്രോച്ച്ഡ് ഹിം ഹി വുഡ് ടെൽ യു. ടൈപ്പ് 3 എങ്ങനെയായിരിക്കും? ഇഫ് യു ഹാഡ് അപ്രോച്ച്ഡ് ഹിം ഹി വുഡ് ഹാവ് ടോൾഡ് യു. കണ്ടോ? അപ്പൊ ഇതാണ് ഇഫ് ക്ലോസ്. ഇനി തെറ്റിക്കില്ലല്ലോ. ഇനി ഞാൻ ഇഫ് ക്ലോസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. ആൻസേഴ്സ് വേഗം തന്നെ പറയണം. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഇതിൽ എ ആണ് നിങ്ങൾ ആൻസർ കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഹി വോണ്ട് കം ഡാഷ് യു ഇൻവൈറ്റ്. കൺജങ്ഷൻ അല്ലെ? അപ്പൊ ഇന്നലെ ക്ലാസ്സിലെടുത്ത് നമ്മൾ ലൈവില് നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സിൽ നിന്നുള്ള ലൈവ് മനസ്സിലായി കുട്ടികൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഈ ലിങ്കേഴ്സ് അല്ലെങ്കിൽ കൺജങ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസിൽ നിന്ന് കിടക്കുന്നത് ലിങ്കേഴ്സ് എന്നാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഹി വോണ്ട് കം ഡാഷ് യു ഇൻവൈറ്റ്. ഓക്കെ. ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ? ഇതൊക്കെ ഉണ്ടായിട്ടും. പക്ഷെ ഇൻസ്പൈറ്റ് ഓഫിന്റെ കൂടെ നമുക്ക് നൗൺ ഫോം വേണം. അതായത് ഇൻസ്പൈറ്റ് ഓഫ് യുവർ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ശരി, അവിടെ പറ്റത്തില്ല. അതർവൈസ് അല്ലെങ്കിൽ, ആസ് വെൽ ആസ്, അതായത് രാജു ആസ് വെൽ ആസ് പാരൻസ് എന്ന് പറഞ്ഞാൽ രാജുവും പാരൻസും, രാജുവിനോടൊപ്പം പാരൻസും, അതാണ് ആസ് വെൽ ആസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അതും ഇവിടെ ശരിയാവില്ല. അൺലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് നോട്ട്. അൺലെസിന്റെ അർത്ഥം അറിയാത്തവർ എഴുതി വെച്ചോളൂ. ഇഫ് നോട്ട് ആണ്. അതായത് അവൻ വരില്ല, നീ വിളിച്ചില്ലെങ്കിൽ അവൻ വരില്ല. അപ്പൊ എന്താ വരിക? ഹി വോണ്ട് കം അൺലെസ് യു ഇൻവൈറ്റ്. ഓപ്ഷൻ ഡി അൺലെസ് ആണ് ആൻസർ വരിക. ഹി വോണ്ട് കം അൺലെസ് യു ഇൻവൈറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഷി ഹാഡ് എ പ്രോപ്പർ വിഷൻ. ഇപ്പൊ എല്ലാവരും ആൻസർ പറയും. നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ അല്ലെ? ഇഫ് ഷി ഹാഡ് എ പ്രോപ്പർ വിഷൻ. എല്ലാവരും ആൻസർ പറഞ്ഞോ? ഓപ്ഷൻ എ ഷീ വുഡ് ഹാവ് സക്സീഡഡ് ഇൻ ഇറ്റ്. ഷീ വിൽ ഹാവ് സക്സീഡഡ് ഇൻ ഇറ്റ് ഓപ്ഷൻ ബി ആയിരുന്നു. ഓപ്ഷൻ സി ഷീ വുഡ് സക്സീഡ് ഇൻ ഇറ്റ്. ആൻഡ് ഓപ്ഷൻ ഡി ഷീ വിൽ സക്സീഡ് ഇൻ ഇറ്റ്. എന്ത് വരും? എന്ത് വരും? ഇഫ് യു ഹാഡ് എ പ്രോപ്പർ വിഷൻ എന്ത് വരും? എന്താണ് വരിക? അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കേ, നിങ്ങളിൽ നല്ലൊരു ശതമാനം കുട്ടികളും ഓപ്ഷൻ എ എഴുതിയിട്ടുണ്ടാവില്ലേ? തെറ്റിയോ? തെറ്റി. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഹാഡ് പ്ലസ് V3 വന്നാലാണ് എന്ത്? ടൈപ്പ് 3. അപ്പൊ ഹാഡ് വന്നാൽ നമ്മൾ എന്തെഴുതും? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് നമ്മൾ എഴുതും. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ട്വിസ്റ്റ്? നോക്കിക്കേ, ഹാഡ് പ്ലസ് V3 ആണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഹാഡ് പ്ലസ് V3. ഹാഡ് എവിടെ ഉണ്ട്? V3 എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടോ? ഇല്ല. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വന്നാൽ ഇവർക്ക് മെയിൻ വെർബും ആവാം, അതുപോലെ തന്നെ ഓക്സിലറി വെർബ് ആവാനും സാധിക്കും. മനസ്സിലായോ? രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്സിലറി വെർബ് ആവുകയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്തുപയോഗിക്കാൻ സാധിക്കുക? നമുക്ക് V3 ഫോമിനോടൊപ്പം ഉപയോഗിച്ച് വുഡ് ഹാവ് ഒക്കെ എഴുതാൻ പറ്റുക. പക്ഷെ ഇവിടെ ഹാഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രോപ്പർ വിഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മെയിൻ വെർബാണ്. മനസ്സിലായോ? ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. നിങ്ങൾ അത്രയൊന്നും ആലോചിച്ചില്ല, നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. V3 ഇവിടെ ഉണ്ടോ? വേറെ വെർബ് ഉണ്ടോ? ജമ്പോ, സിംഗോ, ഡാൻസോ എന്തെങ്കിലും വെർബ് ഉണ്ടോ? ഇല്ല. പ്രോപ്പർ വിഷൻ വെർബല്ല. ശരിയല്ലേ? സോ വേറൊരു വെർബ് ഇല്ല. അപ്പൊ ഹാഡ് എന്താണ്? മെയിൻ വെർബ് ആണ്. അപ്പൊ ഹാഡ് മെയിൻ വെർബ് ആണെന്നുണ്ട് എങ്കിൽ നമുക്കതിനെ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ടൈപ്പ് 3 അല്ല, ടൈപ്പ് 2 ആണ്. മനസ്സിലായോ? സോ ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ എന്ന് പറയുമ്പോൾ ടൈപ്പ് 2, അതായത് അവൾക്ക് ആ ഒരു പ്രോപ്പർ വിഷൻ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ
പാസ്റ്റ് ടെൻസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇതിനെ ടൈപ്പ് 3 ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ. അങ്ങനെ എഴുതുന്നതിൽ ഒരു തെറ്റുമില്ല. ചില കുട്ടികൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ 2 ഹാഡ് എഴുതിയ തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഒരു ഹാഡ് നമ്മുടെ ഓക്സിലറി വെർബും ഒരു ഹാഡ് നമ്മുടെ മെയിൻ വെർബും. ഹാഡ് പ്ലസ് V3 ഫോമിൽ വരും ഹാഡ് എന്ന് എഴുതിയ. പക്ഷെ ഇവിടെ ഒരു ഹാഡേ ഉള്ളൂ. സോ ഇത് എന്താണ്? ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണ്. സോ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വുഡ് ഹാവ് വേണ്ട, വില്ല് വരില്ല. ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ ആണോ? സോ ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ ഷീ വുഡ് സക്സീഡ് ഇൻ ഇറ്റ്. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇഫ് ക്ലോസ്. ഈ 3 ടൈപ്പും ഈ ഒരു എക്സെപ്ഷനും പഠിച്ചാൽ ഇതിനപ്പുറത്തേക്ക് പൊതുവെ ചോദിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. ദിസ് സെന്റൻസ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ്. ഓപ്ഷൻസ്: ഇറ്റ് വാസ് കംപ്ലീറ്റഡ്, ഇറ്റ് ഇസ് കംപ്ലീറ്റഡ്, ഇറ്റ് വാസ് ബീയിങ് കംപ്ലീറ്റഡ്, ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അപ്പം കേറ്ററ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ കൺവേർട്ട് ടു അല്ലെങ്കിൽ ചേഞ്ച് ദ വോയിസ് ഒന്നും പറയില്ല. മിക്കവാറും ക്വസ്റ്റ്യൻ വരിക ദിസ് സെന്റൻസ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് എന്നേ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക, ആക്റ്റീവ് ടു പാസീവ് അല്ലെങ്കിൽ പാസീവ് ടു ആക്റ്റീവ് ആണ് നിങ്ങളവിടെ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള പോയിന്റ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദേ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. ദിസ് സെന്റൻസ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് എന്ത് വരും? ഇറ്റ് വാസ് കംപ്ലീറ്റഡ് ആണോ, ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ആണോ, ഇറ്റ് വാസ് ബീയിങ് കംപ്ലീറ്റഡ് ആണോ, ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ആണോ? സോ വോയിസ് നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, ആക്റ്റീവ് ടു പാസീവ് വോയിസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പരിപാടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെൻസ് ചേഞ്ച് ഇല്ല. നോ ടെൻസ് ചേഞ്ച്. അതായത് ചോദ്യം ഏത് ടെൻസിലാണോ ഉത്തരവും അതേ ടെൻസിൽ തന്നെ ആയിരിക്കണം. അതാണ് പോയിന്റ് നമ്പർ 1. നോക്കിക്കേ, ഇവിടെ ദേ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ആണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഈസോ വോസോ ഒന്നും അവിടെ വേണ്ട. കാരണം ഹാസോ ഹാവോ ഹാഡോ ഉണ്ട് എങ്കിൽ രണ്ടാമത്തെ റൂൾ അതാണ്. എന്താണ്? ഹാസോ ഹാവോ ഹാഡോ ഉണ്ട് എങ്കിൽ അതിൻ്റെ കൂടെ BEEN ആഡ് ചെയ്യുക. പക്ഷേ കണ്ടീഷൻ സബ്ജക്റ്റഡ് ടു സിംഗുലർ പ്ലൂറൽ കണ്ടീഷൻസ് ഒക്കെ നോക്കണം. എങ്കിലും BEEN ആഡ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, ദേ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഹാവിൻ്റെ കൂടെ BEEN വരണം. അങ്ങനെ ഉണ്ടോ? ദാ ഇവിടെ BEING ആണ്, തെറ്റാണ്. പക്ഷെ ഇറ്റ് ഹാസ് ആയി. അതെന്താ? അതാണ് ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞ സബ്ജക്റ്റഡ് ടു സിംഗുലർ പ്ലൂറൽ കണ്ടീഷൻ. അതായത് ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അതിൻ്റെ കൂടെ എന്തേ വരുള്ളൂ? ഹാവേ വരുള്ളൂ. മനസ്സിലായോ? അവിടുന്ന് നമ്മൾ പാസീവ് വോയിസോട്ട് മാറ്റുമ്പം ഈ സബ്ജക്റ്റിലെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ എന്ത് വരുന്നത്? സബ്ജക്റ്റ് ആവുന്നത്. ശരിയല്ലേ? അപ്പൊ ഇറ്റാണ് ഇവിടെ സബ്ജക്റ്റ് ആയത്. ഇറ്റ് എന്താണ്? സിംഗുലർ ആണ്. മനസ്സിലായോ? സിംഗുലർ ആവുമ്പോൾ ഹാസ് ആണ് അവിടെ ഉപയോഗിക്കാത്തത്. ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഹാവ് മാറി എന്താവും? ഹാസ് ആവും. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയോ? ഹാസും ഹാവും ഹാഡും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹാസും ഹാവും ഹാഡും. ഓക്കെ, ഇത് രണ്ടും പ്രസന്റ് ടെൻസ് ആണ്. മനസ്സിലായോ? ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അതാണ് ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് രണ്ടും പ്രസന്റ് ടെൻസ് ആണ്. ഏതൊക്കെ? ഹാസും ഹാവും പ്രസന്റ് ടെൻസ് ആണ്. ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഇത് ഓർക്കാനൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയാമോ? നോക്കിക്കേ, ഇപ്പം പ്രസന്റ് ടെൻസിൽ തന്നെ ഈ ഹാസിന്റെയും ഹാവിന്റെയും വ്യത്യാസം എന്താ? വ്യത്യാസം വേറെ ഒന്നുമല്ല, ഹാസ് സിംഗുലറും അതുപോലെ ഹാവ് പ്ലൂറലുമാണ്. അതായത് ദേയോ വിയോ അങ്ങനെയുള്ള അയ്യോ യുവോ പ്ലൂറൽ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഹാവ് ഉപയോഗിക്കും. സിംഗുലർ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഹാസ് ഉപയോഗിക്കും. അത് നമുക്ക് ഓർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നോക്കിക്കേ, ഈസ് സിംഗുലർ ആണ്, വാസ് സിംഗുലർ ആണ്, ഡസ് സിംഗുലർ ആണ്, ഹാസ് സിംഗുലർ ആണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള സ്വഭാവം ഉണ്ടോ? ഉണ്ട്. എല്ലായിടും എസ് ഉണ്ട്. കണ്ടോ? അപ്പൊ എസ് ഉള്ളതെല്ലാം സിംഗുലർ ആണ്. അതായത് എസ് ഉള്ളത് സിംഗുലർ എന്ന് പറയുമ്പോൾ ഹാസ് സിംഗുലർ. അപ്പൊ ഹാവ് എന്താണ്? പ്ലൂറൽ. അപ്പൊ പ്രസന്റ് ടെൻസിൽ ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറലുമാണ്. അപ്പൊ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് വന്നാൽ നമ്മൾ ഹാവ് ഉപയോഗിക്കണം, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വന്നാൽ ഹാസ് ഉപയോഗിക്കണം. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല. സിംഗുലറോ പ്ലൂറലോ എന്തോ ആയിക്കോട്ടെ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെ ഹാഡ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇത് കിട്ടും. മനസ്സിലായോ? ഇനി നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കേ. ദാ ഇവിടെ ഇറ്റാണ് കിടക്കുന്നത്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ കിടക്കുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും സബ്ജക്റ്റിൽ ഉത്തരത്തിൽ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റ് തന്നെ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് ഈ ഹാവ് എടുക്കാമെന്നാണ്. പക്ഷെ ഇറ്റ് സിംഗുലർ ആണ്. അപ്പോൾ ഹാവിൻ്റെ ആവശ്യമില്ല, ഹാസ് ഉപയോഗിക്കും. ഇനി ഹാസോ ഹാവോ ഹാഡോ നിങ്ങളുടെ പാസീവ് വോയിസിൽ വന്നാൽ അവിടെ എന്ത് വേണം? BEEN വേണം.
മനസ്സിലായോ? ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കാനായിട്ട് നിങ്ങൾ ഈ കഥ മുഴുവൻ പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു 6 ടിപ്പ്, ഞാൻ എൻ്റെ ക്ലാസ്സിൽ 6-7 ടിപ്പ് മാക്സിമം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന് പാറ്റേൺ ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ ഒരു ലെവലിൽ കയറ്റി പിടിക്കുകയാണെങ്കിൽ ഒരു 7 ടിപ്പ്, ഈ 7 ടിപ്പ് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്ത് പറയില്ല, ഈ കഥ മുഴുവൻ പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറയില്ല. എൻ്റെ പിള്ളേർക്കും നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ പറഞ്ഞു കൊടുക്കാറുള്ളൂ. എന്ത്, ഒരു 7 ടിപ്പ്, ഏത് ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മതി. പാസീവ് ആക്റ്റീവും ഇൻഡയറക്റ്റ് ഡയറക്റ്റ് സ്പീച്ചൊക്കെ അങ്ങനെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. എന്ത് ചോദ്യം ചോദിച്ചാൽ ഈ ഉത്തരം കിട്ടും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ സെന്റൻസ് ക്യാൻ ബി ദി ആൻസർ ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതിനാണ് ആ ഒരു സെന്റൻസ് ഉത്തരമായിട്ട് വരിക എന്നുള്ളത്. സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഫ്രെയിം ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ, അല്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം, അതായത് ഇപ്പൊ അല്ലാതെ ടൈപ്പ് ചോദിച്ചിട്ടില്ല എന്നല്ല, എങ്കിലും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഹൗ മച്ച്, അതുപോലെ ഹൗ മെനി, അതുപോലെ ഹൗ ഫാർ, ഹൗ ലോങ്, അതുപോലെ ഹൗ ഓഫൺ. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര എണ്ണമാവാം, അല്ലെങ്കിൽ ഹൗ മെനി, ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണവുമായി ബന്ധപ്പെട്ടത്, അല്ലെ? ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ദൂരവുമായി ബന്ധപ്പെട്ടത്, അല്ലെ? ഹൗ ലോങ്ങോ, ഹൗ ലോങ് എത്ര കാലമായിട്ട് അല്ലെങ്കിൽ എത്ര നേരമായിട്ട്, ഇതാണ് ഹൗ ലോങ് എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ഹൗ ഓഫൺ, ഹൗ ഓഫൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്, ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെയും ആഴ്ചയിൽ ഒരു ദിവസം പോയി കാണാറുണ്ട്. സോ അത് ഒരു ഫ്രീക്വൻസിയാണ്, ആഴ്ചയിൽ ഒരു തവണ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസിയാണ്. ഒരു ഇത്ര നാളിനുള്ളിൽ എത്ര പ്രാവശ്യം, അതായത് ആവർത്തി, ഫ്രീക്വൻസി, അത് പറയാനാണ് നമ്മൾ ഹൗ ഓഫൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഈ ഒരു 4 ടൈപ്പിൽ നിന്നാണ് കേട്ടോ. ഇനി നമുക്കറിയാം, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years എന്നുള്ളതാണ്. അതായത് എത്ര നാളായിട്ട് അവളിവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ ചോദ്യം. സോ നാളായിട്ട്, കാലമായിട്ട് എന്ന് പറയുമ്പോൾ ഹൗ ലോങ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുവരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ലിയർ ആണോ? ഹൗ ലോങ് എന്നുള്ളതാണ് വരേണ്ടത്. ഇനി നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ വേണ്ടത്? ഓക്സിലറി വെർബാണ്. ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ വാട്ട് ഇസ് യുവർ നെയിം, വാട്ട് കഴിഞ്ഞാൽ വന്നത് എന്താണ്? ഈസ് ആണ്. ഈസ് എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് ആണ്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ആണ്. ഈ ക്വസ്റ്റ്യൻ വേർഡ് അല്ല, ഓക്സിലറി വെർബ്. വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഈസ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് വന്നു. അതേപോലെ ഹൗ ലോങ് എന്നുള്ളതിന് ശേഷം എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. എവിടുന്നാണ് നമുക്ക് ഈ ഓക്സിലറി വെർബ് കിട്ടുന്നത്? വേറെ എവിടുന്നും അല്ല, ഉത്തരത്തിൽ നിന്നാണ് ഓക്സിലറി വെർബ് കിട്ടുന്നത്. ഉത്തരം നോക്കിക്കേ, ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്താണ്? ഹാസ് ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മളുടെ ചോദ്യത്തിലേക്ക് നോക്കൂ, ഡസ് വരുന്നുണ്ട്, തെറ്റല്ലേ? ഡിഡ് വരുന്നുണ്ട്, തെറ്റല്ലേ? ഈസ് വരുന്നുണ്ട്, തെറ്റല്ലേ? സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. കണ്ടോ, ഈ 2 പോയിന്റ് കിട്ടിയാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, വർക്കിംഗ് ഹിയറും കൂടി വേണം. ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പോൾ ഫ്രെയിം ദ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വേർഡ് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം എന്താണ് വേണ്ടത്? ഓക്സിലറി വെർബ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉത്തരത്തിലേക്ക് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഓക്സിലറി വെർബ് കിട്ടും. ഇപ്പം ഡയറക്ട്ലി അങ്ങനെ കിട്ടിയില്ല എന്ന് വിചാരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിച്ചിട്ടില്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ, ഷീ പെയ്ഡ് ₹20 എന്ന് വിചാരിക്കും. ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്താ നമ്മൾ എടുക്കുക? ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഇവിടെ എത്ര എന്നുള്ളതിന് ഹൗ മച്ച്, ഹൗ മച്ച് ആണ് വരിക. ഹൗ മച്ച് കഴിഞ്ഞിട്ട് എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്ട്ലി തന്നിട്ടില്ല, ഹാസ് ഇല്ല, ഈസ് ഇല്ല, വാസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ദാ വെർബിനെ സൂക്ഷിച്ചു നോക്കുക. പെയ്ഡ്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പറയുന്നത് പോലെ ആ വെർബ് അനുസരിച്ച് ഡു ആണോ, ഡസ് ആണോ, ഡിഡ് ആണോ എന്ന് ചിന്തിച്ചേ. പെയ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്, സോ ഡിഡ്. മനസ്സിലായോ? ഹൗ മച്ച് ഡിഡ് ഷീ പേ. പേ മതി, പെയ്ഡ് വേണ്ട. കാരണം എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് വന്നാൽ V1 ഫോം ഓഫ് ദി വെർബും, ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വന്നാൽ V3 ഫോം ഓഫ് ദി വെർബും. മനസ്സിലായോ? ഡു ഡസ് ഡിഡ് വന്നാൽ V1 ഫോം ഓഫ് ദി വെർബും, ഹാസ് ഹാവ് ഹാഡ് വന്നാൽ V3 ഫോം ഓഫ് ദി വെർബും. സോ ഹൗ മച്ച് ഡിഡ് ഷീ പേ, കാരണം ഡിഡ് വന്നു, പിന്നെ V1 ഫോം മതി. മനസ്സിലായോ? സോ ഡിഡ് ഷീ പേ. ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കേട്ടതിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷീ പെയ്ഡ് ₹20 എന്തോ ഒരു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ മാർക്ക് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത് നോക്കിക്കേ, ഷീ മസ്റ്റ് ബി ടേക്കൺ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്.
ഓക്കെ, ഹിയർ ടേക്ക് എ പിഞ്ച് ഓഫ് സോൾട്ട് മീൻസ് ഇത് 2023 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഏകദേശം 2022 മുതൽ ഇഡിയംസ് മാറ്റി ചോദിക്കാൻ തുടങ്ങി. ഇപ്പം ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം ഇഡിയംസ്, ഒരു 10-15 ഇഡിയംസ് ഞാൻ അവരെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചു. അപ്പം കാരണം എന്താ പറയുക, ഒരു ഈ പാറ്റേൺ ചേഞ്ച് വരുന്നൊരു പ്രധാനപ്പെട്ട പാറ്റേൺ ആണ്. പുതിയ പുതിയ ഇഡിയംസ് ചോദിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ നമുക്കറിയാം 2-3 ഇഡിയംസ് ആയിരുന്നു മാറ്റി മറിച്ചും ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ട്. സോ ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റിജക്ട് ഫുള്ളി, ബിലീവ് പാർട്ട്ലി ഓൺലി, എൻഡോഴ്സ് ഫുള്ളി, ചലഞ്ച് പാർട്ട്ലി ഓൺലി. എന്താണ് അതിന്റെ അർത്ഥം? ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്, അതായത് മുഴുവനായിട്ട് അങ്ങ് വിശ്വസിക്കരുത്, പകുതി വിശ്വസിച്ചാൽ മതി. പറയുന്നതിൻ്റെ അത്രയും വിശ്വസിക്കരുത്, പകുതി മാത്രം അല്ലെങ്കിൽ കുറച്ച് മാത്രം വിശ്വസിച്ചാൽ മതി. സോ ബിലീവ് പാർട്ട്ലി ഓൺലി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്? ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. മുഴുവനായിട്ട് എടുക്കരുത്, പകുതി വിശ്വസിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹീസ് ടു കെയർലെസ് ഡാഷ് വിൻ എ പ്രൈസ്. നമുക്കറിയാം ഏകദേശം ഒരു 25 യൂസേജസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ സോയുടെ കൂടെ എന്ത് വരണം? ദാറ്റ് വരണം. ഐദറിന്റെ കൂടെ എന്ത് വരണം? ഓർ വരണം. നൈദറിന്റെ കൂടെ എന്ത് വരണം? നോർ വരണം. നോട്ട് ഓൺലിയുടെ കൂടെ എന്ത് വരണം? ബട്ട് ഓൾസോ വരണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരും. അതൊരു വഴിപാടാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം നോക്കിക്കേ? 2 ആണ്. സോ 2ന്റെ കൂടെ എന്ത് തന്നെ വരണം? 2 തന്നെ വരണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് പറയാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാംസ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം? കമ്പൈൻ ചെയ്യാൻ ചോദിക്കും. സെന്റൻസ് കമ്പൈൻ ചെയ്യാൻ ചോദിക്കും. അവിടെ ഒരു പ്രശ്നം, നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതായത് ഹീസ് ടു കെയർലെസ് ടു വിൻ എ പ്രൈസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവന് പ്രൈസ് കിട്ടുമെന്നാണോ കിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? പറയാമോ? പ്രൈസ് കിട്ടും എന്നാണോ കിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? കിട്ടില്ല. മനസ്സിലായോ? ഹീസ് ടു കെയർലെസ് ടു വിൻ എ പ്രൈസ്. അവൻ അത്രയും കെയർലെസ് ആണ്, പ്രൈസ് കിട്ടാതിരിക്കാൻ പാകത്തിന് അവൻ അത്രയ്ക്ക് കെയർലെസ് ആണ്. അതുകൊണ്ട് അവന് പ്രൈസ് കിട്ടില്ല. സോ ഇവിടെ എവിടെയെങ്കിലും നോട്ടോ നോയോ ഉണ്ടോ? ഇല്ല. പക്ഷെ ടു ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കുക അത് നെഗറ്റീവ് ആണ്. കമ്പൈൻ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഇതാണ് പഠനവും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കുക? നമ്മൾ ടു പഠിക്കും, സോ പറയും, സോയിൻ്റെ കൂടെ ദാറ്റ് വരും, ഹാർഡ്ലി ആണെങ്കിൽ ഇത് വരും, വെൻ വരും, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. സോ ഇത് പഠനമാണ്. ഇതുകൊണ്ടല്ല നമ്മൾ പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യേണ്ടത്. നമ്മൾ പരീക്ഷ ക്ലിയർ ചെയ്യുന്നതിൻ്റെ സ്ട്രാറ്റജി എന്താണ്? ഈ പഠിച്ചത് വെച്ച് നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴാണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോളൂ. ഞാൻ ഈ പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ടാവും. കമ്പൈൻ യൂസിങ് ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു സെന്റൻസ് കമ്പൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അവിടെ നമ്മൾ പഠിക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ ആണ് നോക്കേണ്ടത്. എങ്കിൽ മാത്രമേ എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്യുള്ളൂ. അടുത്ത LPSC UPSC മുൻപായിട്ടുള്ള അവസാനത്തെ 2 കേറ്റതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്രാവശ്യം മാർച്ചിൽ വരേണ്ട വിജ്ഞാപനം എപ്പോഴാണ് വന്നതെന്നുള്ളത് അല്ലേ? സോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം രണ്ടാമത് ഈ പറയുന്ന കേറ്റിട്ട് കഴിയുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രോപ്പറായിട്ട് എക്സാമിന് മുമ്പ് കിട്ടുന്നതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം 2026 LPSC UPSC വിളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ്റെ കുറവുമില്ല. ഉറപ്പായിട്ട് വിളിച്ചിരിക്കും. അതിന് മുൻപായിട്ട് കേറ്റിട്ട് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. സോ അതിന് മുൻപുള്ള 2 കേറ്റിട്ടുകളിൽ ഒന്നാണിത്. അടുത്ത കേറ്റിട്ട് നമുക്ക് അറിയില്ല റിസൾട്ട് വരുമോ എന്നുള്ളതൊന്നും. സോ 2 കേറ്റിട്ട് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും 2 കേറ്റിട്ടൊക്കെ എന്തായാലും കിട്ടില്ലേ? കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് മാർച്ചിൽ വരേണ്ട വിജ്ഞാപനം ഇപ്രാവശ്യം വന്നത് ജൂലൈയിലാണ്. അതുപോലെ ഡിലേ വന്നാലോ? അല്ലേ? സോ നമുക്ക് അറിയില്ല കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. ഡെഫിനറ്റ്ലി പഠിച്ചേ പറ്റത്തുള്ളൂ മക്കളെ. 2026 LPSC UPSC ആണ് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ ലക്ഷ്യമെങ്കിൽ പഠിക്കുക. ഇന്ന് ഒരുപാട് പേര് കൃത്യമായി പഠന സ്ട്രാറ്റജികളിലൂടെ സർവീസിൽ കയറുന്ന സമയമാണ്. ഒരുപാട് പേര് ഇപ്പോൾ CCA സംബന്ധിച്ചിടത്തോളം നമ്മുടെ LPSC UPSCയുടെ 4ാമത്തെ 5ാമത്തെ ബാച്ചിലേക്കാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്രയധികം കുട്ടികൾ പഠിച്ചു തുടങ്ങിയ സമയത്ത് നമ്മളിവിടെ കേറ്റിട്ടിലിരിക്കുവാണ്. സോ ആ ഒരു ചീത്തപ്പേര് നമുക്ക് ഇപ്രാവശ്യം തന്നെ മാറ്റണം. കേറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് തന്നെ പഠിക്കണം. ഒരു ഡൗട്ടും ഇല്ല, ഉഷാറായിട്ട് പഠിക്കണം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ മുന്നിലൊരു വലിയ അവസരത്തിന്റെ ലോകമുണ്ട്. പക്ഷെ അതിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ കേറ്റിട്ട് എന്ന് പറയുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ട്രയൽ മെത്തേഡിൽ നിങ്ങൾ ഇതിനെ ശ്രമിക്കരുത്. ഓരോ പ്രാവശ്യവും നിങ്ങളുടെ എഫേർട്ട് ഇട്ട് ഉറപ്പായിട്ടും പഠിക്കണം എന്ന വാശിയോടുകൂടി പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കപ്പുറത്ത് കിട്ടിയൊരു എക്സ്ട്രാ കുറച്ച് ദിവസമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ ദിവസം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ചിലർ പറയും പരീക്ഷയാണ്, കുട്ടികളുടെ പരീക്ഷയാണ്, കുട്ടികൾക്ക് വെക്കേഷനാണ്, ഇവരൊക്കെ വീട്ടിലുണ്ടാവും എന്ന് പറയാം. ചിലരെന്താ ചിന്തിക്കുക? തിരിച്ചാണ്. ഇത്ര അവധികൾ വരുന്നുണ്ട്, കുട്ടികൾ ഇന്നോട്ടെ, വെക്കേഷനിൽ അവർ കളിച്ചോളും. അത് നമ്മുടെ ചിന്താഗതിയാണ്. നമുക്കിനിയുള്ള രാവിലെകളിലും രാത്രികളിലും ഒക്കെ ഇരുന്ന് പഠിക്കാനുള്ള സമയം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമല്ല.
ദൈവാനുഗ്രഹം കൊണ്ടാണ് പരീക്ഷ നീട്ടി കിട്ടിയത്. ഇതൊരു സെക്കൻഡ് ചാൻസ് ആയിട്ട് നിങ്ങൾ കാണുക. ദൈവം എപ്പോഴും നമ്മുടെ മുന്നിൽ സെക്കൻഡ് ചാൻസ് കൊണ്ടുവരാറില്ല. സോ ഇപ്രാവശ്യം നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയിട്ടുണ്ട്. സോ ആ സെക്കൻഡ് ചാൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കുക, കേട്ടിട്ട് ക്ലിയർ ചെയ്യുക. നമുക്ക് തന്നെ മനസ്സിലാവും ഇപ്രാവശ്യത്തെ കേട്ടിട്ടിൻ്റെ വിജയശതമാനം ഒരുപക്ഷെ ഉയരാനുള്ള കാരണം ഈ LP UPയിലേക്കുള്ള ഒരു എന്താ പറയുക ഓട്ടപ്പാച്ചിലിൻ്റെ ഒരു റീസൺ ഇതിൻ്റെ പുറകിലുണ്ടാവും. സോ മക്കളെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 30-day ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് കൂളായിട്ട് പഠിക്കാം. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. പുതിയ ബാച്ചുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8589083568 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം അധ്യാപകർക്കായിട്ടുള്ള ചാനലുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ LP ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, HSA, HSST, കേട്ടിട്ട് എന്തോ ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ, CC ആണ് അധ്യാപകരോടൊപ്പം കുറച്ചധികം വർഷങ്ങളായിട്ട് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. സോ എന്ത് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. താങ്ക് യു.